രാത്രി 9:45 സൈക്കിൾ എടുത്ത് 10 മണിയുടെ ബാറോസ് സിനിമയ്ക്ക് പോകണം. എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ് തിയേറ്റർ. അതുകൊണ്ട് സൈക്കിൾ സ്യൂട്ടോ അല്ലെങ്കിൽ ഹെൽമെറ്റോ കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ചെറിയൊരു ജാക്കറ്റ് ഉണ്ട്, രാത്രി ആയതുകൊണ്ട് തണുക്കാതിരിക്കാനായിട്ട്. ഈ സമയത്ത് പോകുന്നതുകൊണ്ടുള്ള ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 25 ആയതുകൊണ്ട് നല്ല കാഴ്ചകളുണ്ട്. പുൽക്കൂടിൻ്റെയും ക്രിസ്മസ് ട്രീകളുടെയും പിന്നെ നക്ഷത്രങ്ങളുടെയൊക്കെ നല്ല കാഴ്ചകളുണ്ട്. തിയേറ്ററിൻ്റെ ലൊക്കേഷൻ വരുന്നത് JM മൂവീസ് മൂക്കന്നൂരിൻ്റെ സെൻട്രലാണ്. അങ്കമാലിയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് മൂക്കന്നൂർക്ക്. അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് പോകാൻ പറ്റിയ ഞങ്ങളുടെ ഒരു തിയേറ്ററാണ് JM മൂവീസ്. 2 സ്ക്രീനുണ്ട്. നല്ല ഹൈജീനായിട്ടുള്ള ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു തിയേറ്ററാണ്. ബാറോസ് സിനിമ കാണാൻ വേണ്ടി ഉള്ള ഒരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ സിനിമ ആയതുകൊണ്ടാണ്. പിന്നെ മോഹൻലാൽ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് എന്താണ് സിനിമ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വല്ലാത്തൊരു കൗതുകം ഉണ്ടായിരുന്നു. അങ്ങനെ സിനിമയ്ക്ക് കയറി പടം തുടങ്ങുമ്പോൾ നല്ല ക്യൂരിയോസിറ്റി തരും. എന്താ സംഭവിച്ചേ, എന്താണ് ഇങ്ങനെയാവാൻ, എന്തൊക്കെയാണ് സംഭവിക്കണേ എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. അതേപോലെ തന്നെ 3D എഫക്റ്റും വിഷ്വൽസും പിന്നെ ലാലേട്ടനെ കാണുമ്പോഴുള്ളൊരു രസവും, ഇതാണ് പടത്തിൻ്റെ മെയിനായിട്ട് പ്ലസ് പോയിൻ്റ്. അത് കഴിഞ്ഞ് ഒരു സിനിമ തുടങ്ങി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പിന്നെ പടം അത്ര എൻഗേജിങ് ആവില്ല. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പടം അത്ര രസമല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോകാനുള്ള ഒരു ഇതായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഈ പിള്ളേർക്ക് കാണാവുന്ന രീതിയിലായതുകൊണ്ട് ഫൈറ്റ് ഒന്നും വലിയ രസമില്ല. അങ്ങനെ പിള്ളേരെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ ഈ പടം ഇഷ്ടപ്പെടുമായിരിക്കും. പിള്ളേർക്ക് നല്ല രസകരമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. സിനിമ കണ്ട് വീട്ടിൽ സേഫായിട്ട് എത്തി. രാത്രി ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് ഫീൽ ചെയ്തെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ സിനിമ കാണാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യൂ.